സാമ്പത്തിക തട്ടിപ്പുകളുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ദിവസം തോറും പുറത്തുവരുന്നത്. സർക്കാരുകളും പ്രമുഖരുമൊക്കെ ഇത്തരം തട്ടിപ്പുകൾക്ക് മുന്നിലും പിന്നിലുമുണ്ടെന്നത് ജനാധിപത്യ സംവിധാനത്തിന് കളങ്കമാണ്. കള്ളപ്പണ ഇടപാടുകളും നികുതി വെട്ടിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട പരാതികളും കേസുകളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി സമർത്ഥമായി ഉപയോഗിക്കപ്പെടുന്നതിന്റെ എത്രയോ നേർക്കാഴ്ചകളാണ് നമുക്കുള്ളത്. കള്ളപ്പണവും നികുതി വെട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പുകളിലും പ്രതികളെന്ന് സംശയിക്കുന്നവർ പലപ്പോഴും രക്ഷപ്പെടുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും അവരുമായി ബന്ധപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. ശതകോടികളുടെ തട്ടിപ്പ് നടത്തുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കഥകൾ വേറെയും. ഇതിലെല്ലാം ചിലർ അനായാസം രക്ഷപ്പെടുകയും മറ്റു ചിലർ അകാരണമായി കുരുക്കിലാവുകയും ചെയ്യുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ കളം മാറി ചവിട്ടുന്നവരും കുറവല്ല. കള്ളപ്പണ കേസിൽ ED അറസ്റ്റിനെ തുടർന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് രാജിവെക്കേണ്ടി വന്നത് ചർച്ചയാവുകയാണ്. ഹേമന്ത് സോറൻ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് RJD സഖ്യമാണ് ജാർഖണ്ഡിൽ ഭരണം നടത്തുന്നത്. ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു ഹേമന്ത് സോറന്റെ പദ്ധതി. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പുണ്ടായി. സഹോദരൻ ബസന്ത് സോറനും മറ്റൊരു സഹോദരന്റെ ഭാര്യ സീതയുമെല്ലാം ഉടുപ്പ് തയ്പ്പിച്ച് ഇരിപ്പായിരുന്നു. കൽപ്പനയെ മുഖ്യമന്ത്രി കസേരയിലിരുത്താൻ കഴിയില്ലെന്ന് വന്നതോടെ ഹേമന്ത് സോറൻ അടവു മാറ്റി. ഒടുവിൽ തന്റെ വിശ്വസ്തനായ മന്ത്രി ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ ഹേമന്ത് സോറൻ കത്ത് നൽകിയെങ്കിലും ഗവർണർ തീരുമാനം നീട്ടുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് 43 MLA-മാർ ഒപ്പിട്ട കത്തും നൽകിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ പോരും നേരിടണം. JMM സ്ഥാപകൻ കൂടിയായ പിതാവ് ഷിബു സോറനാകട്ടെ ഹേമന്തിന്റെ അനുജൻ ബസന്തിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു താൽപര്യം. ജാർഖണ്ഡിൽ രാഷ്ട്രീയ അഴിമതി പുത്തരിയല്ല. ദരിദ്ര പിന്നോക്ക വിഭാഗങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണെങ്കിലും രാഷ്ട്രീയ ഭരണ നേതാക്കൾക്ക് പണം കൊയ്യാനുള്ള വഴികൾ ഏറെയുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ ഖനന കരാർ നേടിയതിന് ഹേമന്ത് സോറനെ അയോഗ്യനാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഹേമന്തിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലിരിക്കെയാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് രാജി നൽകിയതും പുതിയ മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്തും MLA-മാരുടെ പിന്തുണക്കത്തും നൽകിയതും. നേരത്തെ ബീഹാറിന്റെ ഭാഗമായിരുന്നു ജാർഖണ്ഡ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചുവട് മാറ്റി ചവിട്ടിയതോടെ കഴിഞ്ഞ ദിവസമാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നഷ്ടമായത്. ജാർഖണ്ഡിലും അത്തരമൊരു അട്ടിമറിക്ക് ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും EDയുടെ അന്വേഷണത്തിലും അറസ്റ്റ് ഭീഷണിയിലും രാജ്യത്തെ പ്രതിപക്ഷമാകെ ആശങ്കയിലാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും EDയുടെ അറസ്റ്റ് ഭീഷണിയുടെ നിഴലിലാണ്. കേരളത്തിൽ EDയുടെ കരങ്ങൾ പലരെയും വരിഞ്ഞു മുറുക്കുമെന്ന ഭീതിയുടെ നിഴലിലായിട്ട് കുറെ നാളായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കേസ് അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO എന്നറിയപ്പെടുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ്. അറസ്റ്റിനുൾപ്പെടെ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിയാണ് ഇത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്, കരിമണൽ കമ്പനിയായ CMRL, ആ കമ്പനിക്ക് ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവ അന്വേഷണ പരിധിയിലുണ്ട്. മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യം ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നൽകിയാണ് മകൾ ബംഗളൂരുവിൽ സംരംഭം തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ CMRL വീണയുടെ കമ്പനി എക്സാലോജിക്കിന് വൻ തുക കൈമാറി എന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഗുരുതരമായ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം എന്താകും? സത്യം പുറത്തുവരുമോ? രാഷ്ട്രീയ ഒത്തുതീർപ്പുകളിൽ എല്ലാം അവസാനിക്കുമോ? കാത്തിരുന്ന് കാണാം.